അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യമില്ല. കൊണ്ടുപോയി എന്റെ ബിങ്കോ പണ്ടാവും ഇങ്ങനെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഹലോ ഗായ്സ്, C4 കപ്പിൾസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞൊരു 3 ദിവസം മുന്നേ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മളൊരു ചാലഞ്ചസ് ചെയ്യാന്നുള്ളതാണ്. അതിലൊരു 3 ചാലഞ്ചസ് ഞങ്ങൾ ഇട്ടുണ്ടായിരുന്നു. അതിൽ 3നും നല്ല വോട്ടിങ്ങോട് കൂടി വന്ന ചാലഞ്ച് 24 hour നോ ഫോൺ യൂസ് എന്ന ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഇന്ന് ആ ചാലഞ്ച് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഒരാളെ പണി വിടണ്ടായി ഞങ്ങൾ കാണിച്ചു തരാം. കാലത്ത് തന്നെ അവനാന്റെ തുണികളും എൻ്റെ തുണികളും എല്ലാം അലക്കിയിടുന്ന എൻ്റെ സ്വന്തം ഭാര്യയെ എന്താ പരിപാടി? ഭാര്യയെ വാഷിംഗ് മെഷീനിലിട്ട് അലക്കാനല്ലേ എനക്ക് അറിയുള്ളൂ, അല്ലാണ്ട് സ്വന്തമായിട്ട് അലക്കാൻ നിനക്ക് അറിയില്ലല്ലോടി. അലക്കാൻ പിന്നെ എന്റെ കയ്യിൽ കൊച്ചു കണ്ടില്ലേ, പിന്നെ എങ്ങനെയാ സഹായിക്കാനാ? നീ എന്നെ വർത്താനാടി പറയുന്നത്? നീ എന്നെ വർത്താനാ പറയുന്നത്? നിനക്ക് എന്തേലും അറിയോ? കാലത്ത് നീ കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കണം, കൊച്ചിന്റെ അപ്പി വാരണം, കൊച്ചിനെ കുളിപ്പിക്കണം, അല്ല നീ തന്നെ അല്ലേ ചെയ്യുന്നത്. ഞാൻ എന്തേലും ഒന്ന് വെറുതെ ഒന്ന് സമാധാനമായിട്ടൊന്ന് എവിടെയെങ്കിലും ഇരിക്കാന്ന് ചോദിക്കുമ്പോൾ ഓൾ അതിനും സമ്മതിക്കില്ല. ഞങ്ങളെപ്പോലെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഭർത്താക്കന്മാർ ഇവിടെ കുറെ പേരുണ്ട്. ഓരോരുത്തരുടെ പണി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പാവം ഇത്രയും തോരട്ടിട്ടാ. ഇനി ബാക്കിയുള്ള പണികളൊക്കെ ഒരുപാട് ചെയ്യാനൊക്കെ ഉണ്ട്. സത്യം പറയണമെങ്കിൽ ഇപ്പൊ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം വീട്ടിലല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ട് വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ വ്ളോഗിങ് വളരെ കുറവാണ് ഞങ്ങൾ. ഇപ്പൊ കുറച്ച് ഡെയിലി ചാലഞ്ചും അല്ലെങ്കിൽ ഡെയിലി വ്ളോഗും ആയിട്ടൊന്ന് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന ഓരോ വീഡിയോസിനും നിങ്ങളാണ് അതിന്റെ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. എന്താ ഇനിയുണ്ടോ? എന്തോന്നാണ് ഇത്? ഇതിനൊരു പരിധി. ഞാൻ അറിയാൻ മേലായിട്ട് ചോദിക്കേ, 2 വർഷമായിട്ട് ഇവിടെ അലക്കുന്നതിനൊന്നും ഇല്ലല്ലേ? ഇത്ര തുണി അറിയോ? എന്റെ ദൈവമേ. അപ്പൊ ഗായ്സ്, ഈ ഇടുന്ന തുണികളൊക്കെ വർഷത്തിലൊരിക്കൽ മാത്രമേ കഴുകാറുള്ളൂ. ആ സത്യം ഞങ്ങൾ അറിയിക്കാൻ. അപ്പോ ഞങ്ങളുടെ ചാലഞ്ചസ് ഞങ്ങൾ തുടങ്ങാൻ പോവാണ്. ഇപ്പൊ സമയം ഇപ്പൊ എത്ര മണിയായി? 10 മണി ആവാനാണ് തുടങ്ങണത്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ ചാലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്താവുമോ എന്തോന്നും അറിയില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നോ ഫോൺ യൂസ് എന്ന ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. 5 മിനിറ്റ് നേരം പോലും ഫോൺ മാറ്റി വെക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ. ഞങ്ങൾ മാത്രമല്ല, എല്ലാ ആളുകളും ഇപ്പൊ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ അതൊന്ന് ചെയ്യാനുള്ള നോക്കണം. അപ്പൊ ഇപ്പൊ എടുക്കുന്നത് ഫോണിലാണ് കേട്ടോ. ചാലഞ്ച് തുടങ്ങാൻ മുന്നേ നമ്മൾ ഫോണിലാണ് എടുക്കുന്നത്. അതിന്റെ ശേഷം നമ്മള് ഫോണ് രണ്ടും എടുത്ത് പൂട്ടി വെക്കും. എന്നിട്ട് അതിന്റെ ശേഷം DSLR നമ്മൾ വീഡിയോ എടുക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് ചാലഞ്ച് വഴി കാണാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചാലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. എവിടെ ഇതാ ഒരു മേഡം. എന്താണ് മേഡം? എന്താണാവോ? റീല് കാണാൻ? ഓ നായി. അപ്പൊ ഒരു മാർഗവും ഇല്ല. നമ്മളായിട്ട് സെലക്ട് ചെയ്തല്ലേ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരു ദിവസം ഫോൺ യൂസ് ചെയ്യരുത് എന്ന്. അപ്പോൾ നമുക്ക് വേറെ ഇനി ഒരു ഓപ്ഷൻസ് ഇല്ല. ഇവർക്ക് വേറെ എന്തൊക്കെ സെലക്ട് ചെയ്യായിരുന്നു അല്ലേ? ഇത്രയും സാധനം ഇട്ട് കൊടുത്തിട്ട് അവര് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്ന സാധനമാണ്. ഞങ്ങൾക്ക് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാലഞ്ചസ് നിങ്ങളെ ഇട്ട് തരുന്നുള്ളത്. അപ്പൊ നിന്നെ ഈ ഒരു രൂപം കവർ ചെയ്തിട്ട് വേണ്ട ഈ ഒരു വിഷ്വല് കിട്ടാൻ. അപ്പൊ നമ്മുടെ ഫോൺസ് കാണിച്ചാ, ഇത് എന്റെ iPhone 13 പിടിച്ചോ. ഇത് iPhone 11. ഇത് വെള്ള ഫോണാണ്. അപ്പൊ 2 ഫോണിലുള്ള സംഗതികളാണ് കാണുന്നത്. അപ്പൊ ഞങ്ങൾ ഇതെടുത്ത് ഭംഗിയായിട്ട് പെട്ടി തട്ടി കൂട്ടി പെട്ടിക്ക് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ചൊരു കാര്യമില്ല, രണ്ടും എയർപ്ലെയിൻ മോഡലാക്കൂ. ഓക്കെ, അപ്പൊ രണ്ടും അത് എയർപ്ലെയിൻ മോഡിലാക്കൂ. അപ്പൊ രണ്ടും ഇപ്പോൾ എയറോപ്ലെയിൻ മോഡിലാണ്. എന്ത് ചെയ്യാനാണ്, എല്ലാം വിധി. നിനക്ക് കിട്ടിയ പണിയാണിത്. എടുത്തു വെച്ചോളൂ. നാളെ കാലത്ത് കൃത്യം 10 മണിക്കായിരിക്കും ഈ ഫോണ് നമ്മൾ ഇനി രണ്ടാമത് എടുക്കാൻ പോകുന്നത് കേട്ടോ ഗൈസ്. ഫോണില്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ള ചാലഞ്ച്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ചാവി അവിടെ വയ്ക്കും. ചാവി ഇങ്ങോട്ട് ഒരു കാര്യം ചെയ്ത് ഞാൻ കൊണ്ടുപോയി കിണറ്റിലിട്ട് വരാം. ഞാൻ ഈ അലമാറിന്റെ മേലെ ഞാൻ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഞാൻ എടുക്കൊന്നുമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എനിക്ക് ഫോണ് ഇല്ലാതെ ജീവിക്കാൻ പറ്റൂ ഒന്നും അറിയില്ല ഗോയ്സ്. ഫോൺ എന്നുള്ള സാധനം തൊടാനേ പാടില്ല. അതാണ് നമ്മുടെ ചാലഞ്ച്. ബാക്കി എന്ത് ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നിന്റെ അച്ഛനെ നോക്കിയാൽ മതി. നമുക്ക് ഇനിയിപ്പോ എന്താ ചെയ്യാ? ഫുഡ് ഉണ്ടാക്കണം അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാണ്ട്. അപ്പൊ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് വരാം. ഓക്കെ,
നമുക്ക് എന്താ ഇനി അടുത്ത പരിപാടി? പല്ലോ? അതെന്താ പല്ലേക്കണ? എനിക്ക് വയ്യ പല്ലേക്കാതൊക്കെ ദോശ കഴിക്കണം. വാ എന്തായി? യെസ് താങ്ക് യു. എടോ എടോ താനുണ്ട് വൃത്തിയോടാണോ കാണിക്കുന്നത്? ഒരു വട്ടം പല്ല് വെച്ചിട്ടേ ഈ ബ്രഷിന്റെ അണ്ണാക്കൽ കൊണ്ടിട്ട് അവിടെ മുറിയായി ഇപ്പോഴവിടെ വൃത്തി. നാട്ടുകാർ കാണണ്ട 11 മണിക്കൊക്കെ കഴിഞ്ഞിട്ടാ പല്ലേക്ക്. അപ്പോൾ എന്നാ പല്ല് തേച്ചിട്ട് വരാം. യെസ് എന്തായി? എന്താടി ഇത് പന്തം കത്തിക്കാത്ത ജാതി. എന്നപ്പോ എന്താണ്? ദോശയും സമ്മന്തിയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ പടയൊരുക്കം ദോശയും സമ്മന്തിയാണ് കേട്ടോ. ആ ഇതിനകത്തുണ്ടാക്കിയാൽ മതി. ഇങ്ങനെ മാവ് തേച്ച് എണ്ണ തേച്ച് നന്ന മാവ് ഒയ്ക്കി ഒയ്യ്. ആദ്യത്തെ ദോശ നീ ഉണ്ടാക്ക്, രണ്ടാമത്തെ ദോശ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കി നോക്കട്ടോ എങ്ങനെയുണ്ട് നിൽക്കാറുണ്ടേ. ഞാനും പണ്ടത്തെ ഒരു ദോശ മേക്കറല്ലേ, താനെന്താ എന്നെ സപ്പോർട്ട് ചെയ്യാത്തത്? എണ്ണ ചൂടാവുണ്ട് കേട്ടോ. വേണ്ട പാട്ട് വേണ്ട, കോപ്പിറൈറ്റ് കയറും. നമുക്ക് ചൂടെ ദോശ കഴിക്കാം. യെസ് അങ്ങനെ ദോശ ഒഴിക്കാൻ പോവുകയാണ് വിജയകരമായി. ഇത് സോണിത ദോശയുടെ മേൽ ഒരു ഇതിലും പോലും പൊട്ടാതെ പൊട്ടി. നീ എന്തോന്നടി കാട്ടണ്? അറിയാമല്ലാണ്ട് ചോദിക്കുക. താങ്കൾക്ക് ദോശ ചൂടാ അതുവരെ അറിയില്ലല്ലേ? എടി ഇതിനൊക്കെ ഒരു കഴിവുണ്ട്, ഒരു പ്രത്യേകം കഴിവാണ്. മനസ്സിലായോ? ദോശ ചൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടി ദോശ വൻസേടെ വേവാൻ പാടുള്ളൂ, എനിക്കറിയില്ല. ഇവൾക്ക് ശരിയാ ഇങ്ങോട്ട് മാറുക. നിനക്കറിയില്ല മേമലിന്യത്തെ ആ ഒരു വാക്ചാരിത്യം എങ്ങനെയാണെന്നുള്ളത് നിനക്കറിയാത്തോണ്ടാ. ഈ ദോശ ചൂടാന്ന് പറഞ്ഞാലേ അതൊരു പ്രത്യേക തരം കലയാണ്. ആദ്യം നമ്മൾ ഈ എണ്ണ ഉണ്ടല്ലോ ഇങ്ങനെ തേച്ച് കൈ പൊള്ളാതെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ പിടിച്ച് ഇതേ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാനറിയോ? ഇവിടുന്ന് ഇത് ഇങ്ങനെ 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 ബാക്കി വരുന്ന മാവ് ഇത് ഇങ്ങനെ കണ്ടോ? ഇതാണ് ദോശ. മനസ്സിലായോ? ഇങ്ങനെ ഒരു ഷേപ്പിൽ എടുക്കണം. അതിനൊരു കലയാണ്. നമ്മളത് ഉണ്ടാക്കണ കലാകാരൻ. ഈ ചട്ടി കണ്ടില്ലേ? ഈ ചട്ടി മെല്ലെ എടുത്തിട്ട് ഇങ്ങനെ അടച്ച് അതെന്തിനാ വെച്ചാൽ അപ്പോഴാണ് ഇതിന്റെ ആവിയിൽ ഈ സാധനം മേലെ വരുന്നത് നല്ല വെന്ത് കിട്ടുള്ളൂ. നോട്ട് ദ പോയിന്റ്. അയ്യോ അപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞങ്ങൾ ഫുള്ള് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ദോശ ഉണ്ടാക്കി കൂടുതൽ ചായ ഉണ്ടാക്കി. ചായ സ്പെഷ്യലിസ്റ്റ് ഞാൻ തന്നെയാണ്. ഇവൾക്കൊന്നും ചായ ഉണ്ടാക്കാൻ അറിയില്ല. നീ ഇന്നതൊന്ന് കഴിക്കാൻ സമ്മതിക്കോ? ചായ കൂടി കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായിരുന്നു പരിപാടി? കിറ്റിനെ കുളിപ്പിക്കണം, വണ്ടി കഴുകാണ്ട്, പിന്നെ അതെ 2 വണ്ടി കഴുകാണ്ട്, പിന്നെ എന്തെങ്കിലും ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും കളി. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് വെച്ചോണ്ടിരുന്ന കൂടുതലാകുമ്പോൾ ഇതാവും. ക്യാമറയ്ക്ക് ചാർജും ഇല്ല. ചാർജിങ്ങിൽ ഇട്ടിട്ട് ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷ് ആക്കായിട്ട് ഇനി വരുന്നതായിരിക്കും. ഓക്കെ. കൂളിയും കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് ഫ്രീ ആയി. ഇപ്പോൾ സമയം ഏകദേശം 2-3 മണി ആവാനാണ് പോണത്. ഈ ഉച്ച നേരത്തൊക്കെയാണ് കൂളി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൂടി നേരത്തൊക്കെ തന്നെയാണ്. അതിപ്പോൾ ഞാൻ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരും അങ്ങനെ തന്നെയല്ലോ. അപ്പോൾ നമ്മുടെ ഇനി പരിപാടികളുണ്ട്. ഫോൺ ഇതുവരെ നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ ചാലഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോണൊക്കെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ഓരോന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കുറച്ച് പരിപാടികളുണ്ട് ചെയ്യാനായിട്ട്. കുറച്ച് കാര്യങ്ങളും ബാക്കിയൊക്കെ നമുക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതൊക്കെ ചെയ്യണം. കണ്ടില്ലേ കിറ്റി പണി ഇറക്കണോക്കിയൊക്കെ ഇവിടെ കിറ്റി കുട്ടേക്ക് ഇവിടെ ഒന്ന് കുളിപ്പിക്കാനും വിചാരിച്ചാ. അപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കുളിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ കുളിപ്പിക്കാൻ മുട്ടുപോയി. ഇപ്പം നാളെ വേണം ഇവിടെ ഒന്ന് സുന്ദരിയാക്കി എടുക്കാനായിട്ട്. എൻ്റെ കുട്ടികളൊക്കെ അവിടെ മാറ്റി കിടത്തിയിട്ട് ഓളിങ്ങോട് വന്നിട്ട് ഒറ്റയ്ക്ക് അവളെ കാമുകനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓള്. പിന്നെ നമ്മുടെ കിറ്റി പ്രസവിച്ചിട്ടുണ്ട്. 4 കുട്ടികളുണ്ട് കേട്ടോ. 3 വെള്ളയും 1 ബ്ലാക്കും ആണുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതൊന്ന് വലുതായിട്ടൊക്കെ വേണം. ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അല്ല കിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടിയും പെണ്ണും അവിടെ ഒന്ന് പോയി നോക്കിയോട്ടെ. ടോണി ചേച്ചിയെ
ഇപ്പൊ നമ്മള് ഫോൺ എടുത്ത് വെച്ചിട്ട് ഏകദേശം ഇപ്പൊ ഒരു 2-3 മണിക്കൂറായിട്ടുണ്ട്. അപ്പോ എന്ത് തോന്നുന്നു ഈ ഒരു നേരത്തില്? ഫോൺ എടുക്കാൻ തോന്നുന്നു. നീ എന്താടി മമ്മൂക്കൊക്കെ പഠിക്കണ്ട? കാര്യം പറ, എങ്ങനെയുണ്ട് ഇത്ര നേരം ഫോൺ എടുക്കാതെ ഇരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്? സത്യം പറഞ്ഞാൽ എനക്കുണ്ടല്ലേ. ഞാൻ ഇപ്പൊ ഇവരോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ, സത്യം ഒരു ഫോണ് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാണ്ട് ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഷോർട്സ് കാണാതെ കമന്റ്സിന് റിപ്ലൈ കൊടുക്കാതെ എന്ത് ചെയ്യും വിചാരിച്ചിട്ട് ആകെ പ്രാന്തായിട്ടിരിക്കുന്ന ടൈമിലാണ്. എന്താ ചെയ്യാ? അയ്യടാ, നമ്മുടെ പൃഥ്വിട്ടനെ നോക്കൂ ഗൈസ്. പൃഥ്വിട്ട അടിപൊളിയായി നല്ല സുന്ദരം കുഞ്ഞായിട്ടിരിക്കണൊക്കെ നമ്മുടെ പൃഥ്വിട്ടൻ. അപ്പോൾ ഞങ്ങളിത് ഒരു പായൊക്കെ ഇവിടെ വിരിച്ച് ഞങ്ങളിത് ഇവിടെ കുറച്ച് നേരം ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകണം. എങ്ങനെയാണ് സമയം കളയാന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടണില്ല, എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കാലടി. അതായത് ഞങ്ങളൊരു സ്റ്റാൻഡപ്പായിട്ട് ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് കണ്ണും നോക്കിയിരുന്നാലേ കുറച്ച് നേരം സത്യം പറഞ്ഞാൽ ഭയങ്കര മടുപ്പാട്ടോ ഫോണില്ലാതൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു. ചില്ലറ കാര്യമൊന്നുമല്ല ഗൈസ് ഫോണില്ലാതെ ഇരിക്കുന്നത്, ഒരുപാട് കഷ്ടതയുള്ള കാര്യമാണ്. കൂലിപ്പണിക്ക് വിട്ടാലും ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ബിങ്കോ കളിക്കാൻ എന്ന് തീരുമാനിച്ചു. എന്തായാലും കുറച്ച് നേരം നമുക്ക് ടൈം പോകണ്ടേ, അപ്പൊ എന്തായാലും ബിങ്കോ കളി തന്നെ ആവാം. അപ്പൊ ഞങ്ങൾ ബിങ്കോ കളിക്കാൻ വേണ്ടി പോകട്ടോ. ഈ കളി എങ്ങനെയാ വെച്ചാല് പണ്ട് കല്യാണം കഴിഞ്ഞ ടൈമിലല്ലേ, ഇവള് പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ മാത്രമേ ഈ ഒരു കളി ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് എപ്പോഴാണ് കളിക്കുന്നത്? എന്റെ ബിങ്കോ പേപ്പർ കണ്ടില്ലേ, ഈ കുറിപ്പ് എടുത്തിട്ട് നാശാക്കം ചെയ്തു. യെസ്, ഇനിയിപ്പോ ഇത് എങ്ങനെയാണ് വെട്ടണം? എങ്ങനെ? ഞാനൊരു സംഖ്യ 7 24. ഞാൻ 7 പറയുമ്പോ 24 കട്ടി ഇതൊക്കെ വേണ്ടി 24 ഞാൻ പറഞ്ഞു. അപ്പൊ നീ വെട്ടണം. 22 14 10 9. ഞാൻ ഇങ്ങോട്ട് കേറിയിരുന്നാടോ, അല്ല എന്റെ കളി ഇതൊക്കെ വന്നോന്നല്ല. എന്താ കായ്സ് ഇത് കണ്ടില്ലേ? എത്ര? 20 ബിങ്കോ. ഞാനാദ്യം പറഞ്ഞില്ല. ഞാനല്ല ആദ്യം വെട്ടിയത്, അപ്പൊ ഞാനല്ലേ ജയിച്ചത്. റെക്കോർഡ് ചെയ്തെടുത്ത് വെച്ച് നോക്ക്. ആരാദ്യം ബിങ്കോ പറഞ്ഞത്? അങ്ങനെ തന്നെ നീ വെട്ടിയതിനകത്ത് ആദ്യം ആര് വിളിച്ചു പറയുന്നു അവർക്കാണ് ബിങ്കോ. അങ്ങനെ രണ്ടാമത്തെ കളി തോറ്റിട്ടിരിക്കുക. അല്ല ഗൈസ് ഇത് കള്ളക്കളിയാണ്. ഞാൻ വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ ബിങ്കോ എന്ന് പറയാൻ വരുമ്പോഴേക്കും ഞാൻ പറഞ്ഞു അതങ്ങനെ കളി. ആരാണോ ആദ്യം പറയുന്നത് അവർക്കാണ് ബിങ്കോ. നീ വെട്ടിയെന്നുള്ളതിനകത്തല്ല, ആരാണോ ആദ്യം ബിങ്കോ വിളിക്കുന്ന അവർക്കാണ് ബിങ്കോ. കൊണ്ടുപോയി എന്റെ ബിങ്കോ പണ്ടാവും. ഞാനില്ല ഗൈസ്, ഇത് കള്ളക്കളിയാണ്. ഞാൻ ഈ കളി നിർത്തിയാൻ പോവാ. ഓക്കെ ബൈ. അപ്പൊ ഏകദേശം ഇപ്പൊ 3 മണിയാവാനാണ് പോണത്. അപ്പൊ നമ്മള് ചാലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം 4 മണിക്കൂറായി അല്ലേ? 10 മണിക്കല്ലേ തുടങ്ങിയത്? 10, 11, 12, 1, 2, 5 മണിക്കൂർ. 5 മണിക്കൂറായി ഗൈസ്. ഇനിയും ഉണ്ട് 19 മണിക്കൂർ. എങ്ങനെ പോവോ എങ്ങനെ കാക്കോന്നൊരു പിടുത്തുണ്ടാവും. രാത്രിയിൽ എന്ത് ചെയ്യാനാ? കടന്നുറങ്ങാം. 9 മണിക്ക് ശേഷം ഞാനൊരു ഉറക്കക്കൂടി കഴിച്ചിട്ട് ഞാൻ കടന്നു. അല്ലാണ്ട് എന്നെ കൊണ്ട് പറ്റൂല ഗൈസ് ഇങ്ങനത്തെ പരിപാടിക്ക്. മൊബൈൽ ഇല്ലാത്തൊരു ജീവിതം എന്നെ കൊണ്ട് സാധ്യമല്ല ഗൈസ്, സാധ്യമല്ല. അല്ലടാ പൃഥ്വിട്ടാ, ടാസ്കാണ്. എങ്ങനെ സമയം നീളുന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഏതെങ്കിലും ചാലഞ്ചസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ചാലഞ്ചസ് ചെയ്യൂട്ടോ. നിങ്ങൾ ഏതെങ്കിലും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഏതാ ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളത്. അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇത്രയും നാളും പറഞ്ഞതിലൂടല്ല നമ്മൾ ഇനി മുതൽ ഫുൾ ഫ്രീ ആണ്. എനിക്ക് ജോലിയില്ല, കൂലിയില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇനി ധൈര്യമായിട്ട് നമുക്ക് വീഡിയോസ് ചെയ്ത് കളിക്കാനുള്ളതുണ്ട്. എന്തായാലും നമ്മൾ ആ ചാലഞ്ച് ചെയ്തിരിക്കും ഗൈസ്. ഹലോ, അപ്പോ സമയം ഇപ്പോൾ 4:30 കഴിഞ്ഞിട്ടുണ്ട്. സമയം പോണത് അറിയില്ല കേട്ടോ. ഞങ്ങൾ കുറെ നേരം ഇവിടെ ഇരുന്നിട്ട് എന്തൊക്കെ തള്ളുന്ന പിച്ചൊക്കെ പറഞ്ഞു. ബിങ്കോ ചേച്ചിനെ പറ്റിയിട്ട് കുറെ വാക്ക് തർക്കങ്ങളിലൊക്കെ ഏർപ്പെട്ടു. പിന്നെ അവളിപ്പോ ചായ എടുക്കാൻ പോയിട്ടുണ്ട്. വരുന്നുണ്ടാ? ഒരാള് വരുന്നുണ്ട്. ചേച്ചിയെ ചായ എവിടെ? ചായ കൊടുന്നൊരു കട്ടനാണ്. കട്ടനെങ്കിൽ കട്ടൻ. ചൂടുണ്ട് അല്ലേ? ചൂടുണ്ട്, അത്യാവശ്യം നല്ല ചൂടുണ്ട് ഗൈസ്. അയ്യോ, എന്റെ പൊണ്ടാട്ടി ചാടാൻ പോകുന്നേ.
അയ്യോ തോട്ടിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നേ. പിന്നെ ഇതിനകത്ത് ചാടി കഴിഞ്ഞ കാലിന്റെ ഇവിടെ വരെ പോലും വെള്ളം എത്തത്തില്ല. എന്തരോ ചാവാൻ പോകുന്നു. പോടാ. ഞാനും കൂടെ ജോയിൻ ചെയ്തേക്കാം. ദൈവമേ, ഇത് ഞങ്ങളുടെ സ്വന്തം പാലം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ പാലം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കിടക്കാം. വൈബ് അടിച്ചിരിക്കണ കാര്യം. ഈ തോട്ടിൽ അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട് കേട്ടോ. പരലല്ലേ എന്തോരോ നോക്കുന്നത് നോക്കി. ഞാൻ കുറെ നേരമായിട്ട് ഞാൻ ഇവിടെ വലിയ മീനുണ്ട്. വലിയ മീനിനെ കാണിക്കാൻ നേരം ആള് നോക്കണേ. അങ്ങോട്ട് അടുത്തേക്ക് പോകണ്ട, അതൊക്കെ പാമ്പുണ്ടാവും. പാമ്പോ? ഇതൊക്കെ ഞാൻ ജനിച്ചു പറഞ്ഞ പാലാണ്. ഇവിടൊക്കെ പാമ്പ് വരാന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര കാണും. വലുതിനെ കണ്ടോ നീ? നീ ഇവിടെ നോക്കാതെ അവിടെ നോക്ക. അവിടെ ഉണ്ട്. അവിടെ അനങ്ങാതിരിക്കുക. പതിയെ അനങ്ങുമ്പോ കാണാം. എന്നാ ശരി ഗൈസ്, ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ഞങ്ങൾ ചായ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, സമയം ഇപ്പൊ ഏകദേശം 5 മണി ആവാൻ പോവാണ് കേട്ടോ. 5 മണി ആയോ? അറിയില്ല. ആർക്കറിയാം, സമയം കാര്യങ്ങളൊന്നും ഇപ്പൊ ഞങ്ങൾ നോക്കണില്ല. അപ്പൊ ജസ്റ്റ് ഞങ്ങളെ വീടിന്റെ മുറ്റത്തിന്റെ ഇവിടെയുള്ള പാടം അങ്ങോട്ട് വന്നാണ് കേട്ടോ. ഈ പാടത്തിലധികം ആണ് ഫുൾ ഞങ്ങളുടെ പാടം. ഞങ്ങളുടെ വീട് വരുന്നത് അവിടെയാണ് കേട്ടോ, ആ ഭാഗത്താണ്. ഇതിന്റെ ഇടയിൽ സോണിക്ക് 2-3 ചോദ്യങ്ങളുണ്ട്. എന്താണ് അതെന്താ? ഒന്ന് കാണിച്ചു തരൂ. ഇതാണോ ഗായ്സ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടീനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇത് കണ്ടിട്ട് എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല ഈ സാധനം. ഇത് കഴിക്കാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. ചിലപ്പോൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ഇവളെങ്ങാനും പടായി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. വിഷം വല്ല ആണെന്നുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. വേണ്ട, പക്ഷെ ഞങ്ങൾ നോക്കി വെച്ചേക്കുന്ന അടുത്ത ഐറ്റം അതാണ് സപ്പോട്ടയ്ക്ക. നമ്മുടെ അവിടെ സപ്പോട്ട ഉണ്ടായിട്ടുണ്ട് ഗൈസ്, അതാണ് സംഭവം കാണിച്ചു തരുന്നത്. കണ്ടോ? ഇനി നമുക്ക് ചിക്കു ഷേക്ക് അടിക്കാം. അയ്യോ, അപ്പോൾ കുറച്ചു നേരം നടക്കട്ടെ ഗൈസ്. ഞങ്ങളുടെ പ്രകൃതി രമണീയായ സ്ഥലം ഞങ്ങൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ല. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോകണം. ഇതെന്ത് ഭഗവാനെ, മുടി എന്താ വല്ല മുള്ളമ്പന്നീൻ്റെ പോലെ ഉണ്ടല്ലോ. എന്താ സംഭവം? സോണിയ വാ. നീ എന്താന്ന് ഒരുമാതിരി തോട് കാണാത്ത പോലെയല്ലോ. ഞാൻ മീനുണ്ടോ നോക്കി അടക്കാടോ. മീന് അങ്ങനെ പിടിച്ച് മീൻ ഇതിലുണ്ട് ഇട്ട് തരുന്നുണ്ട് മീന്. അയ്യോ, എത്ര കാലത്തിന്റെ ശേഷം ഇങ്ങോട്ട് വരുന്നത്. അന്ന് ഞാൻ എനിക്ക് മാങ്ങ വേണമെന്ന് പറഞ്ഞപ്പോ മാങ്ങ പൊട്ടിക്കാൻ വന്നത്. നമുക്ക് മാങ്ങ വേണമെന്നുണ്ടെങ്കിൽ അയ്യോ അടിപൊളി കണ്ണിമാങ്ങ ഉണ്ട് കേട്ടാ. ഗായ്സ്, കണ്ണിമാങ്ങ കാണിച്ചാരാ. ഈ വീട്ടിലിപ്പോ ആളുണ്ടെന്ന് തോന്നടാ. കണ്ടോ ഗായ്സ്, നല്ല കണ്ണിമാങ്ങയുടെ കൊല ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ണിമാങ്ങ ഉണ്ട് കണ്ടോ. അത്യാവശ്യം മാങ്ങകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ മാങ്ങ സീസൺ സ്റ്റാർട്ട് ചെയ്യണല്ലോ. കണ്ടോ, മാങ്ങ അതൊക്കെ റെഡിയായി വരുന്ന നോക്കിയൊക്കെ ഗായ്സ്. നല്ല രസമല്ലേ കാണാൻ? മാങ്ങ വേണോ? ഏതാണ്ട് നോക്കിക്കണ്ട് ഒന്നിനും പിടിച്ചു. അത് കിട്ടും തോന്നുന്നില്ല കേട്ടോ സോണിയ. മാങ്ങ അല്ലേ, ഒരു മാങ്ങ കൊല തന്നെ ഇരുന്നോട്ടാണ്. എങ്ങനെയുണ്ട് മാങ്ങ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും മുളകും കൂട്ടിയിട്ട് അടിക്കാം. ഇപ്പോ ഇവിടെ കൊയ്ത്തിന്റെ കാലാണ്. പക്ഷെ ഇപ്പൊ അധികം ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ, പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടൊക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര നെല്ലും കാര്യങ്ങളൊക്കെ കിട്ടും. ആ പാടം ഈ പാടം ഇവിടെയൊക്കെ ഫുള്ള് നെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഒരുവിധം കാണാൻ കിട്ടണില്ല. സത്യം പറഞ്ഞാൽ നെൽകൃഷി പാടങ്ങളിൽ നിന്നും വല്ലാതെ നെൽകൃഷി ഉണ്ടായില്ല. കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്നു. അതന്നെ, ഇപ്രാവശ്യം ആരും ഇതില് വിത്ത് പാകിയിട്ടില്ല. ഇത് എന്താന്നറിയില്ല ഗായ്സ്. നമ്മുടെ നാട്ടിലൊക്കെ നെൽകൃഷി കാര്യങ്ങളൊക്കെ ഇപ്പൊ വംശനാശം വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അരിയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടത്തിലാവുന്ന തോന്നുന്നുണ്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ അതെ, വല്ലവരും തന്നെ ഇപ്പൊ നമ്മള് അരിയും കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഭയങ്കര പ്രശ്നമാവുന്നാണ് തോന്നുന്നത്. അയ്യോ, ഒടുക്കത്തെ വെയിലും കാര്യങ്ങളാണ് ഗൈസ് ഇവിടെ. കുട്ടീനായിട്ട് വന്നിരുന്നെങ്കിൽ ഇപ്പൊ നല്ല പണിയായിണ്ടാവും കേട്ടോ. നമ്മുടെ വീട് അങ്ങ് ആ ലോങ്ങിലാണ് നമ്മുടെ വീട് വരുന്നത്. നമുക്ക് അങ്ങോട്ട് നടന്നാലോ? ഒരു 6 മണി ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ ഇവിടെ വരാനായിട്ട്. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഇവിടെ വരാൻ. സൂര്യനൊക്കെ അസ്തമിക്കുന്നൊക്കെ നല്ല വൃത്തിക്ക് വിടർന്ന് കാണാം. കൈ തരൂ. എന്റെ അമ്മേ, അങ്ങോട്ട് വീട്ടിട്ടാ മതിയായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. അങ്ങോട്ട് നടക്കുകയാളെ ചേച്ചിയെ. അപ്പൊ എന്നാ ഈ മാങ്ങ നമുക്ക് അങ്ങോട്ട് ശരിയാക്കാം. കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് വരാനല്ലേ? യെസ്, മുടിച്ച് സെറ്റാക്കിയിട്ട് കൊണ്ടുപോവാ. ഐ ആം വെയിറ്റിംഗ്. യെസ്, ഫൈനലി അവൾ ഉപ്പും മുളകും തേച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഗൈസ്. കാണുമ്പോ തന്നെ വായില് വെള്ളം വരുന്നു ഗൈസ്. എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? നൊസ്റ്റു അങ്ങോട്ട് അടിച്ച് മേപ്പോട്ട് കയറി ഊപ്പാടളകി. കണ്ടോ, ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് കൊതി വെക്കരുത്. ഇപ്പൊ തന്നെ പറഞ്ഞു. വയറിളകാൻ വയ്യ.
അല്ലല്ല ഞാൻ എന്തുണ്ടാക്കിയാലും അങ്ങനെ തന്നെ. അല്ലാണ്ട് ഈ മാങ്ങയുടെയും ഉപ്പിന്റെയും ഇതിന്റെയും രുചി നീ ഉണ്ടാക്കിയോണ്ടാണ്. അളവുണ്ട്, അളവിനനുസരിച്ച്. ഒരുപാട് നോക്കണ്ട, ഞങ്ങളിത് കഴിച്ചിട്ട് വരാം. ഹലോ ഗായ്സ്, സമയം ഇപ്പൊ ഏകദേശം 6:30 മണിയായിട്ടുണ്ട്. ഒന്നും പറയണ്ട, ഒന്ന് കുറച്ചു നേരം ഒന്ന് ഉറങ്ങി. ആ ചായ കുടിച്ചതിന്റെ ക്ഷീണത്തിലൊന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിരിക്കുകയാണ്. ഞാൻ മാത്രല്ല, നമ്മുടെ പൃഥ്വിട്ടനും അമ്മയും കുറച്ചു നേരം കടന്ന് വിശ്രമത്തിലായിരുന്നു. എങ്ങനെയായിരുന്നു താങ്കളുടെ വിശ്രമം? നല്ല വിശ്രമമായിരുന്നു. വിശ്രമത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇറങ്ങി അത്രയും സമയം പോയല്ലോ. അതാണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ടില്ലേ. ടൈം കളയാൻ വേണ്ടി എന്തൊക്കെ പരിപാടികളൊക്കെ നീ ചെയ്തോണ്ടിരിക്കുന്നു. ചക്ക അവന് ബിസ്ക്കറ്റ് പൊടിച്ച് കൊടുക്കണം അവന്റെ അമ്മച്ചി. ബിസ്ക്കറ്റ് ഇല്ലാതെ അവന് കൊടുക്കാൻ പറ്റൂല. എന്നാ അവൻ എന്തൊക്കെ കൊടുത്തു ഈ ഫുഡ്? ആപ്പിളല്ലേ, ഒരു ആപ്പിൾ മുഴുവനും തിന്നു. ഒരു ആപ്പിളും പിന്നെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പാലും കൊടുത്തു. ഓക്കെ, അതൊക്കെ മതി. വല്ലാണ്ട് കഴിക്കണ്ട, വല്ലാണ്ട് കഴിച്ചാൽ അച്ഛനെ പോലെ കൂട്ടാം. വൈകുന്നേരം ആയപ്പോ മൊത്തത്തില് ഒരു മാറ്റം തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചായിരുന്നു, നമ്മൾ ആ ഉച്ചക്ക് കണ്ട ഒരു ഇതുണ്ടല്ലോ, എന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. അതിന്റെ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചാൽ എന്താ രസം നോക്കിയോക്കോ. വരൂ, നമുക്ക് വീട്ടിന്റെ ഉള്ളിലേക്ക് തന്നെ പോവാം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടെന്ന് പോലും ഒരു പൊടുത്തില്ല. ഫോണില്ലാതെ മനുഷ്യ ഇത്ര നേരമൊക്കെ ഇരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല കേട്ടോ. ചില സമയത്തൊക്കെ ഇങ്ങനെ പോയി എടുത്താലൊക്കെ തോന്നും. കാരണം എന്താ വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നോണ്ട്, യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യുന്നോണ്ട് എന്താണ് അതിന്റെ അവസ്ഥ എന്നൊന്നും പോലും നമുക്ക് അറിയില്ല. ഇപ്പൊ ഇട്ട 2 വീഡിയോ ഏകദേശം ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ കൂടി 2 വീഡിയോ പോയിട്ടുണ്ടാവും വിചാരിക്കും. ഷെഡ്യൂൾ 2 വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. ഇടാനും പോവാണ്ട് ഉള്ളൊരു 4 വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കേറാണ്ട്. അതൊക്കെ ഇപ്പൊ കേറി അത് ഇതായോ, റീച്ചിലെത്തിയോ, എന്താണ് അവസ്ഥ ഒന്നും ഇപ്പൊ ഒരു ല്ല. നാളെ കാലത്ത് നോക്കുമ്പോഴാണ് അതിന്റെ രസം ഉണ്ടാവുന്നത്. അതാന്ന് അറിയാൻ പറ്റും. ഒരാളിവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിപ്പുണ്ട് കേട്ടോ. ചാവിയുടെ അർജന്റായിട്ട് ഷോപ്പിക്ക് ഒരു കോളിയാണ്. ഷോപ്പിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ കേസിന് വേണ്ടിട്ട്. ഏത് കേസിന് വേണ്ടിട്ട്? മറ്റേ കേസില്ലേ, നീ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ട് വെക്ക്. നീ വ്യക്തമായിട്ട് കാര്യം പറ. വെറുതെ ഒരു സുഖമില്ല എന്തോ പോലെ. ആണോ? കുഴപ്പമില്ല, അതാണ് കൊച്ചിനെ നോക്കിയെടുത്തോ. ചാവി അവിടെ വെച്ചെന്ന് പറയാം, ഞാൻ ഇവിടെ വെച്ചിരുന്നാണ് എടുത്ത് മാറ്റി. വല്ലാത്ത നാറി. എനിക്കറിയാം താങ്കൾ ഈ ഒരു ടൈം ആവുമ്പോഴത്തേനും താങ്കൾക്ക് പിന്നെയും ഫോൺ ഉപയോഗിക്കണം തോന്നുന്നു. എന്താന്ന് അറിയില്ല, വല്ലാത്തൊരു ക്ഷീണം. ഞാൻ കിടക്കട്ടെ. കിടക്കണില്ല, കിടന്നിട്ടൊന്നും ഒരു ഇതില്ല. അപ്പൊ 2 അടിക്കാൻ മുട്ടിക്കണ ആളുണ്ടാവല്ലോ, അടിച്ചില്ലെങ്കിൽ ഉണ്ടാവണ ഒരു കൈവറയിലുണ്ട്. അതേപോലെ ഇപ്പൊ ഫോൺ തൊടാൻ പറ്റാതെ. മൈ ഗോഡ്, ഞാൻ എന്ത് ചെയ്യും ഗൈസ്? നിനക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലേ? അതെന്ത് ചെയ്യാൻ, ഞാൻ കൊച്ചിനെ നോക്കുന്നുണ്ട്. അതാ പറഞ്ഞ കൊച്ചിനെ എടുത്തോണ്ട് നോക്കും. പെട്ടെന്ന് 10 മണി ആയിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? അതിനടുത്ത് നാളെ രാവിലെ 10 മണി ആവണല്ലോ. ഈ 10 മണി അല്ലല്ലോ, രാത്രി 10 മണി അല്ലല്ലോ. രാത്രി 10 മണിയല്ല, രാവിലെ 10 മണി. അതന്നെ പറഞ്ഞു. അപ്പോഴേ 24 മണിക്കൂറാവുള്ളൂ അല്ലേ? ശരി എന്നാ. ഹലോ ഗായ്സ്, അമ്മോ സമയം ഇപ്പൊ എത്രയായി? 9 മണിയാവാനായി. അപ്പൊ 9 മണിയായിട്ടോ. ഇനി എന്താണ് ഇത്ര നേരം കുറച്ചു നേരം ഇരുന്ന് വീണ്ടും സിനിമ എന്തൊക്കെ ഓരോന്ന് കാണുമായിരുന്നു. അത് കഴിഞ്ഞ് ഭാര്യ ഉണ്ടല്ലോ ഇവിടെ. ഭാര്യയെ എന്താണ് ഭാര്യ പരിപാടി? ചപ്പാത്തി. മമ്മി ഉണ്ടല്ലോ. ചപ്പാത്തിയും പിന്നെ എന്താണ്? ചിക്കൻ കറി. ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ നമുക്ക് ഇന്ന് സ്പെഷ്യല്. ഫാദർ വരുമ്പോ ചിക്കനൊക്കെ പൊളിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ വക ഒരു സ്പെഷ്യൽ ചിക്കൻ കറി അവിടെ അടുക്കളയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ അത്? എന്താ ചെറിയ ചെറിയ കുഞ്ഞുരുളൊക്കെ ആയിട്ട് എടുക്കണത്? എനിക്ക് നല്ല അത്യാവശ്യം വലിയ ഒരു ചപ്പാത്തി തന്നെ വേണം. എന്ത് എനിക്കൊരു സ്നേഹമില്ലല്ലോ. കിടന്ന് കണ്ടോ കാർട്ടൂണ് കാണാണ്. എന്റെ ദൈവമേ, അയ്യോ സമയം ഇപ്പൊ എത്രയായി? 10 മണിയാവാനായി പോകുന്നു. അപ്പൊ നമ്മള് ചാലഞ്ചൊക്കെ ഇങ്ങനെ നടന്നു. ഒന്നും പറയണ്ട, ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ ഭയങ്കര കഷ്ടത്തിൽ. അതിന്റെ ഇടയിൽ ഒരാൾ ഫുഡ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ചപ്പാത്തി ആൻഡ് ചിക്കൻ കറി. ഇതാണ് നമ്മുടെ ഫുഡ് അല്ലേ? അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി, ഞാൻ ഉണ്ടാക്കിയ ചപ്പാത്തി. ഓക്കെ. എന്താണ് എന്തോ നമുക്ക് ഒരു പിടുത്തമില്ല. അപ്പൊ അത് കഴിച്ചു നോക്കിയിട്ട് ബാക്കി വിവരണങ്ങൾ പറയാട്ടോ. താങ്കൾ കഴിക്കും, ഞാൻ വീഡിയോ എടുക്കും. സോറി. അമ്മ ഉണ്ടാക്കി, നീ ഉണ്ടാക്കിയ ചമ്മന്തിയോ? ചമ്മന്തി അല്ല, ചപ്പാത്തിയാ? ഓക്കെ, കഴിക്കൂ. എങ്ങനെയുണ്ട്? എന്തിനെ പറ്റിയാണ് താങ്കൾ ആഹാന്ന് പറഞ്ഞ? അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി അല്ലല്ല, ചപ്പാത്തി വായി വെക്കാൻ കൊള്ളില്ലെങ്കിലും ചിക്കൻ കറി ഒട്ടും പോരാ. അടിപൊളി, വളരെ സൂപ്പർ. ഇത് നമ്മൾ മെയിൻ ആയിട്ട് നമ്മള് കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. നോക്കൂ. അതെ, നിങ്ങളൊക്കെ വല്ലതും കഴിച്ചിട്ടില്ലല്ലോ? ഞങ്ങളിത് കഴിക്കട്ടെ, ഇല്ലെങ്കിൽ വയറ് ഭ്രാന്താവും. അപ്പൊ അത് കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പൊ വരാട്ടോ. സമയം ഇപ്പോ
12 മണിയായി. ഞങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പോലും ഒരു പിടുത്തില്ലാത്ത അവസ്ഥയാണ് കേട്ടോ. കൊറേ സിനിമ ഉണ്ട് അയ്യോ എന്നിട്ട് പിന്നെ കൊറേ നേരം ഇവിടെ ഇങ്ങനെ ഓരോന്നിടത്ത് ഗെയിം ഒക്കെ കളിച്ചു. അതിനുശേഷം ഫുഡ് കഴിച്ചു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇനിയിപ്പൊ എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി കിടന്ന് ഉറങ്ങിയാലോ എന്ന് ആലോചിക്കുക ഞങ്ങള്. പക്ഷെ ഉറങ്ങുന്നേക്കാളും മുന്നേ ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് ഒരു അന്താക്ഷരി കളിച്ചാലോ എന്ന്. എങ്ങനെ ഉണ്ടാവും അന്താക്ഷരി കളിക്കുക? അപ്പൊ എന്നാ ഞങ്ങൾ അന്താക്ഷരി കളിക്കാം കേട്ടോ. എന്തേലും ടൈം കാര്യങ്ങളൊക്കെ അല്ല പിന്നെ എങ്ങനെ നമ്മൾ കാര്യങ്ങൾ നടന്നു പോവാ. പക്ഷെ ഞങ്ങക്ക് നല്ല ഉറക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ഉറക്കം. പിന്നെ ചാലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ പറമ്പിൽ നോക്കിയാൽ മതി. ഇപ്പൊ ഉറങ്ങിക്കഴിഞ്ഞ ഇപ്പൊ എത്ര മണിയായി? 11 മണി 12 മണിയായി അല്ലേ? ഇനിയിപ്പൊ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ നാളെ 9 മണി 10 മണി ആകുമ്പോഴേ എണീക്കത്തുള്ളൂ. നമ്മള് എന്തായാലും ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മള് ചാലഞ്ച് ആ ടൈമില് തീരുന്ന സമയത്ത് എണീക്കുള്ളൂ. അപ്പൊ അതുവരെയൊക്കെ ഉള്ളൂ നമ്മുടെ ചാലഞ്ച്. എന്തായാലും ഇപ്പൊ നമ്മള് കംപ്ലീറ്റ് ഒരു ഇപ്പത്തെ രീതിയില് പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ എന്ന് പറയാം. അനക്ക് എങ്ങനെയുണ്ട് ഈ ഫോൺ യൂസ് ചെയ്യാതിരുന്ന പോലൊരു ഭ്രാന്തെടുത്തിട്ട് ഭ്രാന്ത് അങ്ങേറ്റായിട്ട്. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അവരാരെങ്കിലും വിളിച്ച് ടെൻഷൻ ആയിട്ട് ഇനി എന്തോരം മെസ്സേജ് അത് ഇതൊക്കെ വന്നിട്ടുണ്ടാവും ദൈവത്തിനെ അറിയത്തുള്ളൂ. എനിക്ക് പിന്നെ ആ ഒരു ടെൻഷൻ ഇല്ലേ. എനിക്ക് പിന്നെ വീഡിയോസിന്റെ കാര്യത്തിലാണ്. ഇപ്പൊ നമ്മള് ഷെഡ്യൂൾ ചെയ്ത വീഡിയോസിനൊക്കെ എത്ര വ്യൂ ആയി, എത്ര ലൈക്ക് ആയി, എത്ര ഷെയർ ആയി, എന്തൊക്കെയാണെന്ന് നമുക്കൊന്നും അറിയില്ലല്ലോ. എന്താ അവസ്ഥ കാര്യങ്ങളൊന്നും. എന്നെ ഡെയിലി ഒരു 2-3 വട്ടം ഇങ്ങനെ വിളിക്കും. കാരണം കുഞ്ഞിനെ കാണാൻ വേണ്ടിട്ട് അമ്മ എപ്പോഴും വിളിക്കും. അപ്പൊ ആ ഒരു ടെൻഷനാണ് എനിക്ക്. ഇനിയിപ്പോ നമ്മളെ കാണാതിരിക്കുമ്പോ അവരെന്താ അത് നിന്റെ ഫോണോ എന്റെ ഫോണോ രണ്ടുപേരും ഫോണോ രണ്ടുപേരും ഇനിയിപ്പോ എന്താ വല്ലയിടത്തും പോയി എന്തെങ്കിലും ചെയ്തു എന്നുള്ള പേടിയിലൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നാളെ ഉണ്ടാവില്ല. നാളെ അവരുടെ കാര്യം പറയാം. പക്ഷെ നേരത്തെ വിളിച്ച് പറയണ്ടായിരുന്നു. ഞാൻ വിട്ടുപോയത്. അപ്പൊ എന്തായാലും നമുക്ക് കുട്ടീനെ ഇപ്പൊ അവിടെ കൊണ്ടുപോയി കടത്തിയിട്ടുണ്ട്. അവന് ഉറക്കം. അവന് അപ്പുറത്ത് അച്ഛന്റെ അമ്മയുടെ റൂമിൽ കിടന്ന് നല്ല ഉറക്കം. അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞങ്ങള് അന്താക്ഷരി തുടങ്ങാല്ലേ. അന്താക്ഷരി തുടങ്ങാൻ കാര്യം പറഞ്ഞു താക്കരുതില്ല. ചെക്കന്റെ കരച്ചിലതാ കേക്കാണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും ഞങ്ങൾ കുട്ടീനെ നോക്കിട്ട് വരാട്ടാ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മുടെ മെയിൻ ആയിട്ട് നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിരുന്ന ചാലഞ്ച് ഉണ്ടല്ലോ, അത് ഇന്നേക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇന്നലെ രാത്രി അങ്ങനെ എന്താണ് നമ്മൾ പാട്ടൊക്കെ പാടി അന്താക്ഷരിയൊക്കെ കളിക്കാറിട്ടുന്നല്ലേ. കുട്ടി കരഞ്ഞിട്ട് കുട്ടീനെ നമ്മൾ എടുക്കാൻ വേണ്ടി പോയി. അപ്പൊ പിന്നെ ബ്രദറും വന്ന് അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞു അങ്ങനെ കുറെ ടൈം അങ്ങനെ പോയി. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ ഒരുപാട് കാലത്ത് അതായത് 24 മണിക്കൂറാണ് നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരുന്നത്. നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് വല്ല കഴിവുണ്ടോ? നിനക്ക് കലാപരമായ വല്ല കഴിവുണ്ടോ? അല്ല, ഞാൻ ചുമ്മാ പറഞ്ഞു എന്നുള്ളൂ, ഒരു പൊലിവിന് പറഞ്ഞതാ. ഇപ്പൊ സമയം ഇപ്പൊ എത്ര? ഇപ്പൊ 10 മണിയൊന്നല്ല, 11:30. ഏകദേശം ഞാൻ ഇപ്പൊ നേരത്തെ വന്ന് നോക്കുമ്പോ 11:30 മണിയായി. ഓക്കെ ഗായ്സ്, ഇതൊക്കെ കണ്ടോ നമ്മുടെ സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞിട്ടോ. ഞങ്ങള് സത്യം പറഞ്ഞാണെങ്കിൽ ഞങ്ങള് ഇപ്പൊ എണീറ്റിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഒന്ന് മുടിയൊക്കെ ഒന്ന് ചീകി ഒരു കോലത്തിൽ വന്നതാണ്. ഞങ്ങളിപ്പോ എണീച്ചിട്ട് ഇപ്പൊ അധികം നേരം ആയിട്ടൊന്നും. ഇപ്പൊ ഇന്നലെ എടുത്തു വെച്ച ആ ഫോണ് നമുക്ക് പോയി കണ്ടാലോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ചത്തിരിക്കാ തോന്നിട്ട്. വരൂ 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 വരൂ, എനിക്ക് എന്റെ ഫോണ് വേണം. എന്റെ ഫോണ് കൊടുന്ന് വരുമോ? അയ്യോടാ, നോക്കി നമ്മുടെ പെട്രോത്തം കറന്നുറങ്ങാൻ കേട്ടോ ഗൈസ്. എവിടെ ഫോണ്? ചാവി എവിടെ? ഇന്നലെ ചാവി എവിടെ കൊണ്ട് വെച്ച്? കള്ളനായ കളിക്കാൻ നിൽക്കല്ലേ, മര്യാദക്ക് ചാവി എടുക്ക്. നീ എന്നാ വർത്താനടി പറയണ്? ചാവി എവിടെ? മര്യാദക്ക് പറഞ്ഞില്ലെങ്കിൽ ഇതിലോട്ട് ഞാൻ ഞെരിക്കും ഞാൻ തന്നെ. എവിടെ? ഞാൻ ഇന്നലെ ഇവിടെ വെച്ചതല്ലേ ചാവി? ഇവിടെ വെച്ചതാണല്ലോ, ഇവിടെ ഇല്ല. പിന്നെ എവിടെ ചാവി? ഈ കളിക്കാൻ നിക്കല്ലേ സോനിയ, മര്യാദക്ക് ചാവി എടുത്താ. തലമുടിയൊക്കെ ഒന്ന് കെട്ടട്ടെ. ഈ നായി ഈ കളിക്കാൻ നിക്കല്ലേ. ചാലഞ്ച് തേങ്ങി മായൊക്കെ കഴിഞ്ഞിച്ചാ ഇതെടുക്ക്. പരിപാടികളുള്ളതാ. ഡാൻസ് കളിക്കാതെ വിടുക്കടി മരമാക്രിയെ. നീ എന്തോന്നാണ് നിന്ന് കഥകളി കണ്ടത്? തരൂ തരൂ. യെസ്, എന്റെ കയ്യിലേക്ക് അത് വെച്ചു തരൂ. എന്റെ കയ്യിലേക്ക് അത് വെച്ചു തരൂ. എന്റെ പൊന്നാലെ കുഞ്ഞുങ്ങൾ കളിക്കാടിപ്പില്ലേ. യെസ് യെസ് ഗായ്സ്, അപ്പൊ ഫൈനലി നമ്മുടെ ഫോൺ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ 24 മണിക്കൂറത്തെ ഫോൺ ചാലഞ്ച് നമ്മൾ അതിഗംഭീരമായി തന്നെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എന്തായാലും എനക്കൊരു ഉഷാറില്ലാത്ത വല്ലാത്ത തെണ്ടി. കണ്ടില്ലേ നമ്മുടെ ഇതിൽ കണ്ടില്ലേ? ഇതല്ലേ ജനുവരി 29 എയറോപ്ലെയിൻ മോഡ് ആക്കി വെച്ചിട്ടുണ്ട്.
ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ എന്തൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തൊക്കെയുണ്ട് ഒന്നും അറിയില്ല. പോയി നോക്കണം എന്താണ് ഏതൊക്കെയാണ് ഒരു പിടുത്തമില്ല ഗായ്സ്. പിടിച്ചോ. അപ്പോ ഗായ്സ്, അപ്പോ ഇത്രയേ ഉള്ളൂ നമ്മുടെ 24 hours നോ ഫോൺ യൂസ് ചാലഞ്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഞെക്കി പൊട്ടിക്കുക. അല്ലേ ഗായ്സ്, പുതിയൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. വീണ്ടും കാണാം. ബൈ.